കുട്ടികളെ, ഇന്ന് നമുക്ക് ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ചാപ്റ്ററിലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാം. ശ്രീ വിനോദ് കുമാർ ശുക്ല की हताशा से एक व्यक्ति बैठ गया था कविता पर नरेश सक्सेना की टिप्पणी है यह പാഠഭാഗ്. ഈ പാഠഭാഗം വിനോദ് കുമാർ ശുക്ലിൻ്റെ കവിതയ്ക്ക് നരേഷ് സക്സേനയുടെ വ്യാഖ്യാനമാണ്. यह കവിത മനുഷ്യ को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. हताशा से एक व्यक्ति बैठ गया था കവിത കിസ്കി രചന ഹേ. हताशा से एक व्यक्ति बैठ गया था എന്ന കവിത ആരുടെ രചനയാണ്? നരേഷ് സക്സേന की, വിനോദ് കുമാർ ശുക്ല की, പ്രഭാത് की. ഇതിൻ്റെ ആൻസർ വിനോദ് കുമാർ ശുക്ല की. വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയാണ് हताशा से एक व्यक्ति बैठ गया था. അടുത്ത ക്വസ്റ്റ്യൻ. इस कविता के आधार पर इनमें कौन सी बात कवि की विशेषता नहीं? കവിയെ പറ്റിയിട്ടുള്ള വിശേഷണം അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രചനാമേ മൗലികത, कठिन शब्दों से कविता लिखने वाला, भाषा की अनघटता के लिए विख्यात, काव्य शिल्प के सिद्ध कवि. ഇതിൽ ആൻസറായിട്ട് വരുന്നത് കഠിൻ ശബ്ദോം സെ കവിത ലിഖനെ വാല. ഇതിൻ്റെ വ്യാഖ്യാനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സരൾ ശബ്ദിലാണ് കവിത എഴുതിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കഠിൻ ശബ്ദോം സെ കവിത ലിഖനെ വാല. അടുത്തത് കവിത ഹമേ യാദ് ദിലാത്തി ഹേ. കവിത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക്, മനുഷ്യക്കോ നാം സെ ജാന്നേക്ക്, മനുഷ്യക്കോ നെഹിം ജാന്നേക്ക്. മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക് മനുഷ്യനെ മനുഷ്യനായി അറിയുക, മനുഷ്യക്കോ നാം സെ ജാന്നേക്ക് മനുഷ്യനെ പേരിൽ അറിയുക, മനുഷ്യക്കോ നെഹിം ജാന്നേക്ക് മനുഷ്യനെ അറിയുകയില്ല, മനുഷ്യനെ അറിയണ്ട. ഇതിൽ ആൻസറായിട്ട് വരുന്നത് മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഏക് വ്യക്തി കൈസേ ബൈഠാത. ഒരു വ്യക്തി എങ്ങനെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്? ഖുഷി സേ സന്തോഷത്തോടെ, കിസി കെ ഇന്തസാർ സേ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട്, ഹതാശ സേ നിരാശയോടുകൂടി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഹതാശ സേ. അടുത്ത ക്വസ്റ്റ്യൻ. കവി ഹതാശ് വ്യക്തിക്ക് പാസ് ഗയ ക്യോം കി. കവി ആ നിരാശനായ വ്യക്തിയുടെ അടുത്തേക്ക് പോയി. ക്യോം കി എന്തുകൊണ്ടെന്നാൽ. കവി ഉസ് വ്യക്തിക്കോ ജാൻതേ ദേ. കവിക്ക് ആ വ്യക്തിയെ അറിയാമായിരുന്നു. വഹ് കവി ക പഡോസീത. ആ വ്യക്തി കവിയുടെ അയൽക്കാരനായിരുന്നു. കവി ഉസ്കി ഹതാശാക്കോ ജാൻതാദ. കവിക്ക് അദ്ദേഹത്തിൻ്റെ നിരാശയെപ്പറ്റി അറിയാമായിരുന്നു. ഇതിൽ ആൻസറായിട്ട് വരുന്നത് കവി ഉസ്കി ഹതാശാക്കോ ജാൻതാദ. അടുത്ത ക്വസ്റ്റ്യൻ. ഹതാശ് വ്യക്തിനെ കവി ക ഹാത്ത് പകട ഇസ്ലിയേക്ക്. ഈ നിരാശനായ വ്യക്തി കവിയുടെ കൈ പിടിച്ചു. ഇസ്ലിയേക്ക് എന്തുകൊണ്ടെന്നാൽ. വഹ് കവിക്കോ ജാൻതാദ. അദ്ദേഹത്തിന് കവിയെ അറിയാമായിരുന്നു. വഹ് കവിക്ക് ഹാത്ത് ബഠാനേക്കോ ജാൻതാദ. അദ്ദേഹത്തിന് കവി കൈ നീട്ടിയത് അറിയാമായിരുന്നു. ഉസ്നെ കവിസെ സഹായത മാങ്കീതി. അദ്ദേഹം കവിയോട് സഹായം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് വഹ് കവിക്ക് ഹാത്ത് ബഠാനേക്കോ ജാൻതാദ. അടുത്ത ക്വസ്റ്റ്യൻ. ഹം ദോനോ സാത്ത് ചലേ കോൻ കോൻ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നടന്നു. ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹതാശ് വ്യക്തി ഔർ നരേഷ് സക്സേന, നരേഷ് സക്സേന ഔർ വിനോദ് കുമാർ ശുക്ല, ഹതാശ് വ്യക്തി ഔർ വിനോദ് കുമാർ ശുക്ല. ഈ മൂന്നെണ്ണത്തിൽ നിന്നും കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കണം. കറക്റ്റായിട്ടുള്ള ആൻസർ ഹതാശ് വ്യക്തി ഔർ വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് ഇവിടെ കവിയാണ്. ഹതാശ് വ്യക്തി ആ നിരാശനായ വ്യക്തി. അവർ രണ്ടുപേരുമാണ് ഒന്നിച്ച് നടന്നത്. വേ ദോനോം സാത്ത് ചലേം ക്യോം കി. രണ്ടുപേരും ഒന്നിച്ച് നടന്നു. ക്യോം കി എന്തുകൊണ്ടെന്നാൽ. ദോനോം ഏക് ദൂസരേക്കോ ജാൻതേ ദേ. രണ്ടുപേർക്കും പരസ്പരം അറിയാമായിരുന്നു. ദോനോം സാത്ത് ചലനേക്കോ ജാൻതേ ദേ. രണ്ടുപേർക്കും ഒന്നിച്ചു നടക്കാൻ അറിയാമായിരുന്നു. ദോനോങ്കോ ഏക് ഹി ജഗഹ് ജാനാദ. രണ്ടുപേർക്കും ഒരേ സ്ഥലത്തേക്കാണ് പോകേണ്ടിയിരുന്നത്. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ദോനോ സാത്ത് ചലനേക്കോ ജാൻതേ ദേ. രണ്ടുപേർക്കും ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ കവിത കാ സന്ദേശ് ഹേ. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ സന്ദേശം എന്താണ്?
दो मनुष्यों के बीच मानवीय संवेदना होना ज़रूरी नहीं, जानकारियाँ ज़रूरी है। दो मनुष्यों के बीच मानवीय संवेदना ज़रूरी है, जानकारियाँ ज़रूरी नहीं है। दो मनुष्यों के बीच मानवीय संवेदना होना ज़रूरी नहीं, जानकारियाँ ज़रूरी नहीं है. ഇതിൻ്റെ ആൻസർ രണ്ടാമത്തേതാണ്. ദോ മനുഷ്യോं के बीच മാനവീയ സംവേദന ജരൂരി ഹെ. രണ്ടു മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വമാണ് വേണ്ടത്. ജാൻകാരിയാം ജരൂരി നഹീം ഹെ, അല്ലാതെ അവരെ പറ്റിയുള്ള അറിവല്ല വേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാ കെ ആധാർ പർ ലിഖേം കോൻസാ ആശയ സഹി ഹെ അവർ കോൻസാ ഗലത്ത്. കവിതയെ ആധാരമാക്കിക്കൊണ്ട് ഈ തന്നിരിക്കുന്ന ആശയങ്ങളിൽ ശരിയേത് തെറ്റേത് എന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത്, ഹമേം വ്യക്തിയോങ്കോ ഹതാശാക്കോ ജാന്നാ ഹേ. നമുക്ക് വ്യക്തികളുടെ നിരാശയെ പറ്റി അറിയണം. ഈ ആശയം ശരിയാണ്. അടുത്തത്, വ്യക്തിക്ക് നാം പതേ ഉമ്ര ഓഹദേക്കോ ജാന്നാ ജരൂരി ഹേ. വ്യക്തികളുടെ പേരോ അഡ്രസ്സോ വയസ്സോ പദവിയോ അറിയുക എന്നത് അത്യാവശ്യമാണ്. ഈ ആശയം തെറ്റാണ്. ഹതാശ് വ്യക്തിക്ക് സഹായത കർണ ഹമാര ദായിത്വ ഹേ. നിരാശരായ വ്യക്തികളെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ആശയം ശരിയാണ്. ജാന്നേ കാ അർത്ഥ് വ്യക്തിക്ക് നാം പതേ ആദി ജാന്നാ ഹേ. ജാന്ന എന്ന് പറഞ്ഞാൽ, അതായത് അറിയുക എന്നതിൻ്റെ അർത്ഥം വ്യക്തികളുടെ പേരും അഡ്രസ്സും ജാതി എന്നിവ അറിയുക എന്നതാണ്. ഇത് തെറ്റാണ്. കവിത ജാന്ന ശബ്ദക്ക് രൂഢീഗ്രസ്ത് അർത്ഥക്കോ പൂരി തരഹ് ബദൽ ദേത്തി ഹേ. ഈ കവിത ജാന്ന എന്ന ശബ്ദത്തിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തിൽ പൂർണ്ണമായും മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇതും ശരിയാണ്. അടുത്തത്, സടക്ക് പർ ഘായൽ പടേ വ്യക്തിക്ക് സഹായത നെഹിം കർണി ഹേ. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റാണ്. അസഹായ വ്യക്തി ഹമാര ഹാത്ത് പകഡ്ന ജാന്നാ ഹേ. നിസ്സഹായനായ വ്യക്തിക്ക് നമ്മുടെ കൈ പിടിക്കാൻ അറിയും. ഇത് ശരിയാണ്. കവിത ഹമേം മനുഷ്യക്കു മനുഷ്യക്ക് തരഹ് ജാന്നേക സന്ദേശ് ദേത്തി ഹേ. ഈ കവിത നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുവാനുള്ള സന്ദേശമാണ് നൽകുന്നത്. ഇതും ശരിയാണ്. കവിത പർ ടിപ്പണി ലിഖത്തെ സമയ ഇന്നീം ബാത്തോം പർ ധ്യാൻ ദേനാ ഹെ. കവിതയെ പറ്റി വ്യാഖ്യാനം എഴുതുമ്പോൾ ഈ ബോക്സിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കവി കാ പരിചയ और रचना का मूल उद्देश्य, कविता का आशय, भाषा और रचना की विशेषताएं, विशेष पंक्तियों का उल्लेख, शीर्षक की सार्थकത, നിഷ്കർഷ്. ഇത്രയും കാര്യങ്ങൾ ഒരു കവിതയെ പറ്റി വ്യാഖ്യാനം എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നല്ലതുപോലെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കവിത പല പ്രാവശ്യം ആശയം മനസ്സിലാക്കി വായിക്കുക. എങ്കിൽ മാത്രമേ ഈ കവിതയിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നന്നായി പാഠഭാഗം വായിക്കുക, പഠിക്കുക. ബെസ്റ്റ് വിഷസ്.